കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ മഞ്ചേരിക്കുളം വാഴ ആൾമോസ്റ്റ് ഒരു 65 to 70% കുലച്ചു തുടങ്ങി. ഇന്നേക്കിപ്പോൾ 5 മാസം 4 ദിവസമാണ് ആയത്. കൊല ഒരു ആവറേജാണ്. മഞ്ചേരിക്കുളൻ്റെ അതിനെക്കുറിച്ച് അറിയാമല്ലോ. 4 പടല 5 5.5 ഇത്രയും ചീർപ്പാണ് ഉണ്ടാവുക. ഇത് 1 2 3 4.5. അത് കൃത്യമായിട്ട് SOP ഒക്കെ അടിച്ച് ആക്കിയെടുത്താൽ അത് 1 2 3 4 5.5 പടലയായി. എടുത്തു കഴിഞ്ഞാലൊരു 8 to 12 ആവറേജ് കൊല കിട്ടും. ഇതാണ് മഞ്ചേരിക്കുളൻ്റെ അവസ്ഥ. വാഴ കുഴപ്പമില്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. നമ്മളിപ്പോൾ ഇതിന് 2 രാസവളവും 2 കോഴിവളമാണ് ആകെ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ SOPയിലാണ് പിന്നെ പിടുത്തം. കൊലയ്ക്ക് SOP അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പൊതുവെ മൊത്തത്തിലൊരു പൊട്ടാഷ് കുറവ് കാണിക്കുന്നുണ്ട് വാഴയ്ക്ക്. അത് പിന്നെ ഇടാനോ അല്ലെങ്കിൽ ഫോളിയർ കൊടുക്കാനോ ഒന്നും. ഒരു ലൈറ്റ് മഞ്ഞ കളറ് പാകിയിട്ടുണ്ടല്ലോ മൊത്തത്തിൽ, അതൊരു പൊട്ടാഷിൻ്റെ കുറവാണ്. ഇനിയിപ്പോൾ കുലച്ച സ്ഥിതിക്ക് ഒരു ഫോളിയർ കൊടുത്തു. ഇനിയിപ്പോൾ SOP ആണ് മെയിൻലി ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്തേക്ക് കൊല വരുന്നുണ്ട്. എന്നാലും മൊത്തത്തിലൊരു ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 5 മാസം 5.5 മാസം കൊണ്ട് എല്ലാ വാഴയും കുലയ്ക്കും. മറ്റുള്ള വാഴയൊക്കെ ആകുമ്പോൾ 5.5 മാസത്തിൽ കൊല തുടങ്ങിയുള്ളൂ. 6 മാസം കൊണ്ട് കൊല കംപ്ലീറ്റ് ആവും, കുലച്ച് വരും. മഞ്ചേരിക്കുളനാകുമ്പോൾ 5.5 മാസം കൊണ്ട് കംപ്ലീറ്റ് കൊല വരും. ഇതിനെന്തോരം ഒട്ടുമോ അറിയില്ല, ഇതിന്മേൽ കുടുങ്ങി നിൽക്കുവാണ്. അപ്പം ഇങ്ങനെയുള്ളത് ചെറുതായിട്ട് ചരിച്ച് കൊടുക്കുക. അത് ഒന്നിച്ച് വെയിറ്റ് വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇതാണ് ആദ്യം കുലച്ചത്. ഒരു 2 ആഴ്ച മുമ്പ് ഒരു 3 വാഴയായിരുന്നു കുലച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 70% അടുത്ത് 65 കൂട്ടാം കുലച്ചിട്ടുണ്ട്. വാഴ പൊതുവെ നല്ല ആരോഗ്യമാണ്. കന്നുകളൊന്നും ചെയ്തിട്ടില്ല. വാഴക്കന്ന് ഇടിച്ച് കളയുക വെട്ടിക്കളയുക ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഇലയൊക്കെ ഒന്ന് വന്ന് കുറച്ച് വൃത്തിയാക്കി. ഇപ്പോൾ ഞാൻ